പഹൽഗാമിന് ശേഷം ചെങ്കോട്ട ഭീകരാക്രമണത്തിൻ്റെ വർധനവ് അത് രാജ്യം വളരെ ഗൗരവത്തോടെയാണ് ഇന്ന് നോക്കിക്കാണുന്നത്. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഭീകരർക്ക് എത്ര കാലം നാം ശിക്ഷ നൽകും? അതിനായി നാം എന്തൊക്കെ സജ്ജീകരിക്കേണ്ടതുണ്ട്? പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിയുമോ? ഇതൊക്കെ സാധ്യമാണോ? പല ചോദ്യങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത്. അപ്പോഴാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കലാപവിരുദ്ധ വിഭാഗമായ രാഷ്ട്രീയ റൈഫിൾസിനെ കുറിച്ചുള്ള കാര്യം കൂടി പറയേണ്ടത്. RRന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സമീപഭാവിയിൽ പ്രകടമാകാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ വേണ്ടി രാഷ്ട്രീയ റൈഫിൾസ് ചടുലമായ നീക്കവും സാങ്കേതിക വിദ്യയും പ്രാപ്തമാക്കിയ സേനയായി മാറണം. ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രധാന സേനാ വിഭാഗം തന്നെയാണ് രാഷ്ട്രീയ റൈഫിൾസ്. മുൻനിര പോരാളികൾ. RR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രത്യേക സേന ഭീകരരുടെ പേടി സ്വപ്നം കൂടിയാണ്. ഭീകരാക്രമണങ്ങളുടെ വർധനവ് രാജ്യം അതീവ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ റൈഫിൾസിനെ സമൂലമായി പരിഷ്കരിക്കാൻ തന്നെയാണ് കരസേന തീരുമാനിച്ചിരിക്കുന്നത്. ചടുലമായ നീക്കവും സാങ്കേതിക വിദ്യയും പ്രാപ്തമാക്കിയ സേനയായി രാഷ്ട്രീയ റൈഫിൾസ് മാറണമെന്നാണ് കരസേനയുടെ നോർത്തേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ MV സുജീന്ദ്രകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സൈന്യത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ സേന കൂടുതൽ കരുത്തുറ്റതാകാനും ഏതു തരത്തിലുള്ള സജ്ജീകരണങ്ങളും നാം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പരമ്പരാഗത സേനാ വിഭാഗങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്നതാണ് രാഷ്ട്രീയ റൈഫിൾസിൻ്റെ പ്രവർത്തന ശൈലി പോലും. ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തിരച്ചിൽ നടത്തുന്നതും ഭീകരവിരുദ്ധ ദൗത്യങ്ങളെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതുമൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ തന്നെയാണ്. രാജ്യത്തുടനീളം ഈ സേനയുടെ അനിവാര്യത തന്നെയാണ് ഡൽഹി സ്ഫോടനത്തിലൂടെ രാജ്യം തന്നെ ചർച്ച ചെയ്യുന്നത്. സൈന്യത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് എങ്ങനെയാണ് യുദ്ധമുഖത്ത് രാഷ്ട്രീയ റൈഫിൾസ് നമ്മെ സംരക്ഷിക്കുന്നത്? ഈ ഒരു ചോദ്യം ഏവർക്കും ഉണ്ടാകും. പ്രതിരോധ രംഗത്ത് തന്നെ ഒരു സുപ്രധാന പുനഃക്രമീകരണം രൂപപ്പെടുത്തി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ചരിത്രം കൂടി അറിഞ്ഞിരിക്കണം. ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് പോരാടുന്ന രാഷ്ട്രീയ റൈഫിൾസ് 1990 രൂപീകരിക്കപ്പെട്ടത്. കശ്മീരിൽ തന്നെയാണ് പ്രധാന പ്രവർത്തന മണ്ഡലമെങ്കിലും മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ഇന്ന് ഉയർന്നിരിക്കുന്നു. 90കളുടെ തുടക്കത്തിൽ കശ്മീർ താഴ്വരയിൽ വിഘടനവാദം ഏറെ ശക്തി പ്രാപിച്ച് ഭീകര സംഘങ്ങൾ ഏറെയായി കുന്നുകൂടിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ റൈഫിൾസ് എന്ന രീതിയിൽ ഇതിനെ രൂപീകരിച്ചു. ജനറൽ SF റോഡ്രിഗസിന് കീഴിൽ 6 ബറ്റാലിയനുകളിലായി തുടങ്ങി. പിന്നീട് അത് 36 ബറ്റാലിയനുകളായി, ഇന്ന് 65 ബറ്റാലിയനുകളായി 65,000 സേനാംഗങ്ങൾ അടങ്ങുന്നതാണ് രാഷ്ട്രീയ റൈഫിൾസ്. അങ്ങനെ 6ൽ നിന്നും 65ലേക്ക് എത്തി, വൈകാതെ തന്നെ 100ലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഏവരും ഉയർത്തുന്നത്. പരമ്പരാഗത സേനാ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നവർ തന്നെയാണ് രാഷ്ട്രീയ റൈഫിൾസിലുള്ളവർ. അവരുടെ പ്രവർത്തന രീതിയും അതുപോലെ തന്നെയാണ്. ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് റാപ്പിഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് പോലെ തന്നെ പൊടുന്നനെ തിരച്ചിൽ നടത്തി ഭീകരരെ അമർച്ച ചെയ്യുന്നു. രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നു. ഇതൊക്കെ തന്നെ ഇവരുടെ പ്രവർത്തന കർമ്മ മേഖലയാണ്. CRPF, ജമ്മുകാശ്മീരിലെ പോലീസ്, മറ്റ് പാരാമിലിറ്ററി സേനകൾ എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ റൈഫിൾസ് പ്രവർത്തിക്കുന്നത്. കരസേനാ റെജിമെൻറ്റിൽ നിന്നാണ് രാഷ്ട്രീയ റൈഫിൾസിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 2 മുതൽ 3 വർഷം വരെയാണ് ഡെപ്യൂട്ടേഷൻ കാലയളവ്. കടുത്ത പരിശീലന കാലയളവായിരിക്കും രാഷ്ട്രീയ റൈഫിൾസിൽ നേരിടേണ്ടി വരുന്നത്. ഭീകരവിരുദ്ധ ടാക്ടിക്കൽ ട്രെയിനിങ്, ഗറില്ല യുദ്ധമുറകൾ, അർബൻ വാർഫെയർ തുടങ്ങി നിരവധി യുദ്ധരീതികൾ അഭ്യസിച്ച് തന്നെയാണ് അവർ യൂണിഫോം അണിയുന്നത്. 1990 സായുധസേന പ്രത്യേക അധികാര നിയമം ജമ്മു കാശ്മീരിലേതനുസരിച്ചാണ് രാഷ്ട്രീയ റൈഫിൾസിന് ക്രമസമാധാനം നിലനിർത്താനുള്ള അധികാരം കിട്ടുന്നത്. രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയമുള്ള ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കാനും അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ പാർപ്പിക്കാനും ഒക്കെ സേനയ്ക്ക് അധികാരമുണ്ട്. ഒരു അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് രാഷ്ട്രീയ റൈഫിൾസ് ആണ് സേനയ്ക്കുള്ള നേതൃത്വം നൽകുന്നത്. പതിവ് ഇന്ത്യൻ സൈനികരെയും അതിർത്തി രക്ഷാസേന, സെൻട്രൽ റിസർവ് പോലീസ് സേന തുടങ്ങി അർദ്ധസൈനികരെയും രാഷ്ട്രീയ റൈഫിൾസിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പരിശീലിപ്പിക്കപ്പെട്ട ഈ സേന പ്രാദേശിക പോലീസുമായി മറ്റ് സുരക്ഷാ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങളും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്തിപ്പോരുന്നത്. ജമ്മു കാശ്മീരിലെ തീവ്രവാദ ഗ്രൂപ്പുകളെയും അവരുടെ നേതാക്കളെയും ഒക്കെ നിർവീര്യമാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് രാഷ്ട്രീയ റൈഫിൾസിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുകൂടാതെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ മാനുഷിക സഹായങ്ങളും ദുരന്ത നിവാരണവുമൊക്കെ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ദൗത്യങ്ങളിലൊന്നു തന്നെയാണ്.
AK-47 മുതൽ അത്യാധുനിക ആയുധങ്ങൾ വരെയാണ് ഇവരുടെ കൈവശമുള്ളത്. വിക്ടർ, കിലോ, ഡെൽറ്റ, റോമിയോ, യൂണിഫോം എന്നീ 5 ഉപവിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് RR പ്രവർത്തിച്ചു പോരുന്നത്. ജമ്മുകശ്മീരിലെ ഓരോ മേഖലയിലും ഇവയോരോന്നും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ശേഖരണം, സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങി പല കർമ്മ മണ്ഡലങ്ങൾ. അശോകചക്ര, കീർത്തിചക്ര ഉൾപ്പെടെ അനേകം മെഡലുകൾ കരസ്ഥമാക്കിയ ഈ സേന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭീകരവിരുദ്ധ സേനകളിൽ ഒന്നായി തന്നെയാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സംരംഭങ്ങളും പ്രാദേശിക ജനസംഖ്യയുടെ ക്ഷേമത്തിനും വികസനത്തിനുമൊക്കെ ഈ സേന ഊന്നൽ നൽകുന്നുവെന്നുള്ളതാണ് ഇവയുടെ മറ്റു പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടത്.